ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ വരാൻ പോകുന്ന CGL എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 200 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള 5th ക്ലാസ് ആണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു സീരീസിലെ ക്ലാസ്സുകൾ 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനുമായിട്ടും റിലേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്ന ഫാക്റ്റുകളൂടെ എന്ത് ചെയ്യുക, പഠിച്ചോളുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കണം എന്നില്ല, എക്സ്ട്രാ പറഞ്ഞു തരുന്ന ഫാക്റ്റുകളിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ ചാൻഹുദാരോ വാസ് പ്രൈമർലി എ സെന്റർ ഫോർ. അപ്പൊ നമുക്കറിയാം ഈ ചാൻഹുദാരോ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ശരിക്കും ഇത് എന്തിനു വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണ്? നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം നമ്മുടെ CGL എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കഴിഞ്ഞ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ശരിക്കും ചാൻഹുദാരോ എന്ന് പറയുന്ന സൈറ്റ് എന്തിനു വേണ്ടിയിട്ട് ഫേമസ് ആണ്? അപ്പൊ നമ്മൾ അറിയണം ഈ ചാൻഹുദാരോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണെന്ന് അറിയണം. 1931 കേട്ടോ, വർഷം എന്നാണ് 1931 നമ്മുടെ NG മജുംദാർ എന്ന് പറയുന്ന ആള് കേട്ടോ, 1931 നമ്മുടെ NG മജുംദാർ എന്ന് പറയുന്ന ആള് എക്സ്കവേറ്റ് ചെയ്ത സൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ചാൻഹുദാരോ. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പാകിസ്ഥാനിലാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? പാകിസ്ഥാനിൽ. അപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെ ചാൻഹുദാരോ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണെന്ന് പറഞ്ഞു. 1931 NG മജുംദാർ എന്ന് പറയുന്ന ആളാണ് ഈ ചാൻഹുദാരോ എന്ന് പറയുന്ന സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. കുറെ നാളുകളായിട്ട് എപ്പോഴും ഈ ചാൻഹുദാരോ എന്ന് പറയുന്ന സൈറ്റിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ. സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ, സിറ്റാഡൽ ഇല്ലാത്ത സിറ്റി. ഓക്കെ, അല്ലെങ്കിൽ സിറ്റാഡൽ ഇല്ലാത്ത ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന ക്വസ്റ്റ്യൻ വരും. അതിന് ആൻസറും ഏത് തന്നെയാണ്? ചാൻഹുദാരോ തന്നെയാണ്. സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ, സിറ്റാഡൽ ഇല്ലാത്ത ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറും ഏത് തന്നെയാണ്? ചാൻഹുദാരോ തന്നെയാണ്. ഓക്കെ, ഇനി കഴിഞ്ഞില്ല, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ചാൻഹുദാരോ എന്ന് പറയുന്ന ഇൻഡസ് വാലി സൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബീഡ് മേക്കിംഗ്. ഓക്കെ, വീണ്ടും ക്വസ്റ്റ്യൻ വന്നു ഒരു തവണ. ചാൻഹുദാരോ സൈറ്റ് ഫേമസ് ആയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ് മേക്കിംഗ്. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വൺ വേർഡിൽ എങ്ങനെ പറയാം? ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ചാൻഹുദാരോ എന്ന് പറയുന്ന സൈറ്റ്. അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം, ഓർത്തിരിക്കുക. ചാൻഹുദാരോ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പാകിസ്ഥാനിലാണ്. 1931 NG മജുംദാർ എന്ന് പറയുന്ന ആളാണ് പാകിസ്ഥാനിലെ ഈ ചാൻഹുദാരോ എന്ന് പറയുന്ന സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ക്രാഫ്റ്റിനും ബീഡ് മേക്കിങ്ങിനും വേണ്ടി ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ചാൻഹുദാരോ എന്ന് പറയുന്നത്. സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ, സിറ്റാഡൽ ഇല്ലാത്ത സിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറും ഏത് തന്നെയാണ്? ചാൻഹുദാരോ തന്നെയാണ്. ശ്രദ്ധിച്ചോ, എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ചാൻഹുദാരോ എന്ന് പറയുന്നത് ബീഡ് മേക്കിങ്ങിന് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണെന്ന് പഠിക്കുമ്പോ ഈ ബീഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള പീപ്പിൾ ബീഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സ്റ്റോൺ ആയിരുന്നു കാർണേലിയൻ സ്റ്റോൺ കേട്ടോ. ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ആളുകള് ബീഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സ്റ്റോൺ ആണ് ഏതെന്ന് പറയുന്നത്? കാർണേലിയൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാർണേലിയൻ സ്റ്റോൺ കൂടുതലും കാണാൻ പറ്റുന്നത്, കൂടുതലും ഫൗണ്ട് ചെയ്യുന്നത് ഏത് ഏരിയയിലായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള പീപ്പിൾ നമ്മുടെ ബീഡ് മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന സ്റ്റോൺ ആണ് എന്ന് പറയുന്നത് കാർണേലിയൻ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ കാർണേലിയൻ സ്റ്റോൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഗുജറാത്തിലായിരുന്നു. എവിടെയായിരുന്നു? ഗുജറാത്തിൽ. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തോളുക? പ്രോപ്പർലി ഓർത്തിരുന്നോളുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് എക്സ്ട്രാ ഫാക്ടുകൾ പറയാം. ഇങ്ങനെയാണ് പറഞ്ഞത്. ചാൻഹുദാരോ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പാകിസ്ഥാനിലാണ്. 1931 NG മജുംദാർ എന്ന് പറയുന്ന ആളാണ് ഈ ചാൻഹുദാരോ എന്ന് പറയുന്ന സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ, സിറ്റാഡൽ ഇല്ലാത്ത സിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻഹുദാരോയാണ്. ക്രാഫ്റ്റിന് വേണ്ടി ഫേമസ്,
അതുപോലെ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നു. ബീഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ചാൻഹുദാരോ എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും അറിയുക, ഈ ബീഡ് മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന സ്റ്റോൺ ആയിരുന്നു കാർണേലിയൻ സ്റ്റോൺ. ഈ കാർണേലിയൻ സ്റ്റോൺ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എവിടെയാണ്? ഗുജറാത്ത്. ഓക്കെ, ക്വസ്റ്റ്യൻ വരും, നമ്മുടെ ലാർജസ്റ്റ് സിവിലൈസേഷൻ സൈറ്റ്, ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാഖ്തിഗർഹിയാണ് കേട്ടോ. ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാഖ്തിഗർഹിയാണ്. ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാഖ്തിഗർഹി. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ ഹരിയാനയിലാണ് കേട്ടോ. ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഖ്തിഗർഹി. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ ഹരിയാനയിലാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് കേട്ടോ. സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്. അപ്പൊ ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ രാഖ്തിഗർഹി. എവിടെയാണ്? ഹരിയാന. സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ധോളാവീരയാണ് കേട്ടോ. സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണ്? ധോളാവീര. ധോളാവീര എവിടെയാണെന്ന് ചോദിക്കും, അതിന് ആൻസർ ഗുജറാത്ത് അല്ലെ. ഈ ധോളാവീരയുമായിട്ട് റിലേറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതാണ്? വാട്ടർ റിസർവേഷൻ സിസ്റ്റം. വാട്ടർ റിസർവേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ഏതാണെന്ന് ചോദിക്കും കേട്ടോ. വാട്ടർ റിസർവേഷൻ സിസ്റ്റം. വാട്ടർ റിസർവേഷൻ സിസ്റ്റത്തിന് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ധോളാവീരയാണ് കേട്ടോ. വാട്ടർ റിസർവേഷൻ സിസ്റ്റത്തിന് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? അത് ധോളാവീരയാണ്. കഴിഞ്ഞില്ല, ഒപ്പം വീണ്ടും അറിയേണ്ടത് ഇങ്ങനെയാണ്, സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ എവിഡൻസ് ലഭിച്ചിട്ടുള്ളതും ഏത് സൈറ്റിൽ നിന്നാണ്? ധോളാവീര എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്തോണം? പഠിച്ചോണം. ഓക്കെ, അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ക്ലാസ് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എത്ര ടൈം ആണോ ആ ടൈമിൽ പ്രോപ്പർലി പഠിക്കുന്ന കാര്യങ്ങൾ ക്ലാസ്സിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. പിന്നീടുള്ള കാര്യങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ചാൻഹുദാരോ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ പാകിസ്ഥാൻ. 1931 NG മജുംദാർ എന്ന് പറയുന്ന ആള് എക്സ്കവേറ്റ് ചെയ്യുന്ന സൈറ്റ് ആണ് എന്ന് പറയുന്നത് ചാൻഹുദാരോ എന്ന് പറയുന്നത്. സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ, സിറ്റാഡൽ ഇല്ലാത്ത സിറ്റിയാണ് ഏത്? ചാൻഹുദാരോ. ക്രാഫ്റ്റിനും ബീഡ് മേക്കിങ്ങിനും വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണ് ചാൻഹുദാരോ എന്ന് പറയുന്നത്. വീണ്ടും അറിയുക, ഈ ബീഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് കാർണേലിയൻ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഗുജറാത്തിൽ. നമ്മുടെ ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഖ്തിഗർഹിയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണ് ധോളാവീര. രാഖ്തിഗർഹി എവിടെയാണെന്ന് അറിയണം, ഹരിയാന. ധോളാവീര എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഗുജറാത്ത്. ധോളാവീര എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം, ഈ ധോളാവീര എന്തിനു വേണ്ടിയിട്ട് ഫേമസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റിസർവേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ധോളാവീര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ നോക്കിയാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. നോക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വിച്ച് ഫേമസ് മോണുമെന്റ് ഇൻസ്പയർഡ് താജ്മഹൽ? താജ്മഹലിൽ ഇൻസ്പയർ ആയ മോണുമെന്റ് ഏതാണ്? വിച്ച് ദ ഫേമസ് മോണുമെന്റ് ഇൻസ്പയർഡ് ദ താജ്മഹൽ? താജ്മഹലിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മോണുമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നമ്മുടെ ഹുമയൂൺസ് ടോംബ് ആണ്. ഹുമയൂണിന്റെ ടോംബ് ആണ് താജ്മഹൽ ബിൽഡ് ചെയ്യാനായിട്ട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ താജ്മഹൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മോണുമെന്റ് ഏതാണ്? അത് ഹുമയൂൺസ് ടോംബ്. കൃത്യമായിട്ട് അറിയുക, ഈ ഹുമയൂൺ ടോംബ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? ഹുമയൂൺ ടോംബ് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഡൽഹിയിൽ. ഹുമയൂൺ ടോംബ് ബിൽഡ് ചെയ്യുന്ന ഹുമയൂണിന്റെ വൈഫ് ആയിട്ടുള്ള പേര് പറയും ഹാജി ബീഗം എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ മറ്റൊരു പേരിലൂടെ പറയും ബേഗ ബീഗം കേട്ടോ. ഹാജി ബീഗം അല്ലെങ്കിൽ എന്ത് പറയാം? ബേഗ ബീഗം എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെ ഹുമയൂൺസ് ടോംബ് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഡൽഹിയിൽ. ഹുമയൂൺ ടോംബ് ബിൽഡ് ചെയ്യുന്ന ഹുമയൂണിന്റെ വൈഫ് ആയിട്ടുള്ള ഹാജി ബീഗം അല്ലെങ്കിൽ ബേഗ ബീഗം ആണ്. ഹുമയൂൺ ടോംബിന്റെ ആർക്കിടെക്ട് ആരാണെന്ന് ചോദിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ വരും, ഈ ഹുമയൂൺ ടോംബിന്റെ ആർക്കിടെക്ട് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മിറാക്ക മിർസ ഗിയാസ് ആണ് കേട്ടോ. ഹുമയൂൺ ടോംബിന്റെ ആർക്കിടെക്ട് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മിറാക്ക മിർസ ഗിയാസ് ആണ്. നമ്മൾ പറഞ്ഞെങ്ങനെ ഹുമയൂൺ ടോംബ് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഡൽഹിയിൽ. ഹുമയൂൺ ടോംബ് ബിൽഡ് ചെയ്യുന്ന ഹാജി ബീഗം അല്ലെങ്കിൽ ബേഗ ബീഗം ആണ്.
ഹുമയൂൺ ടോംബിന്റെ ആർക്കിടെക്ട് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആരാണ്? മിറാഖ് മിർസ ഗിയാസ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ ഹുമയൂണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യുദ്ധങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആണ്. അപ്പൊ ഹുമയൂണിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഹിന്ദു ബെഗ് എന്ന് പറയുന്നത് ഇല്ലേ? പഠിപ്പിച്ചതാണ്. ഹുമയൂണിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആ ഹിന്ദു ബെഗ്. അല്ലെങ്കിൽ ഈ ഹിന്ദു ബെഗിന് നൽകിയിരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് അഡ്മിയ, നമ്മുടെ പ്രൊവിൻഷ്യൽ ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് കേട്ടോ. ഹിന്ദു ബെഗ് എന്ന് പറയുന്നത് ആരാണ്? പ്രൊവിൻഷ്യൽ ഗവർണർ. അതായത് ഇങ്ങനെ ആലോചിക്കുക, ഹുമയൂണിന്റെ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന പ്രൊവിൻഷ്യൽ ഗവർണർ ആണ്, ആളാണ്, ഒരാളുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഹിന്ദു ബെഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹുമയൂണിന്റെ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന പ്രൊവിൻഷ്യൽ ഗവർണർ ആണ് ആരെന്ന് പറയുന്നത്? ഹിന്ദു ബെഗ്. ഓക്കെ, ശരിക്കും പേർഷ്യൻ ആർട്ടും ലിറ്ററേച്ചറും ഫ്ലറിഷ് ആവുന്നത്, ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആവുന്നത് ആരുടെ ടൈം പീരീഡിലാണ്? ഹുമയൂണിന്റെ ടൈം പീരീഡിലാണ്. ഓക്കെ, പേർഷ്യൻ ആർട്ടും ലിറ്ററേച്ചറും വളരെയധികം രീതിയിൽ ഡെവലപ്ഡ് ആവുന്നതും ആരുടെ ടൈം പീരീഡിലാണ്? ഹുമയൂണിന്റെ ടൈം പീരീഡിൽ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർക്കാലോ. ഹുമയൂൺ ടോംബ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഡൽഹിയില്. ഈ ഹുമയൂൺ ടോംബ് ബിൽറ്റ് ചെയ്യുന്ന ഹുമയൂണിന്റെ വൈഫ് ആയിട്ടുള്ള ഹാജി ബീഗം അല്ലെങ്കിൽ ബേഗ ബീഗം ആണ്. ഹുമയൂൺ ടോംബിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് മിറാഖ് മിർസ ഗിയാസ് ആണ്. ദെൻ കോർട്ടിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഹിന്ദു ബെഗ് എന്ന് പറയുന്ന ആള് പ്രൊവിൻഷ്യൽ ഗവർണർ ആയിരുന്നു. പേർഷ്യൻ ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ ഫ്ലറിഷ് ആവുന്നത് അല്ലെങ്കിൽ മാക്സിമം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്, അല്ലെങ്കിൽ ഹുമയൂണിന്റെ ടൈം പീരീഡിലാണ്. ഓക്കെ, ഇനി ഈ ഹുമയൂൺ ടോംബിനെ നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. ഇന്ത്യയിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട പ്ലേസസ് അല്ലെങ്കിൽ മോണുമെന്റ്സ് ആണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഹുമയൂൺ ടോംബിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തത് എന്നാണെന്ന് അറിയണം. ഹുമയൂൺ ടോംബിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് അത് 1993ലാണ്. ഓക്കെ, ഹുമയൂൺ ടോംബിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? 1993ലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്തോണം? പഠിച്ചോണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അതിനു മുന്നേ നമുക്കറിയാം നമ്മുടെ SSC CGL എക്സാം ഡേറ്റ് വന്നിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സും നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി അവൈലബിൾ ആണ്. അപ്പം പ്രോപ്പർലി എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ പുതിയ മാറി വന്ന അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർലി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്, അങ്ങനെ നിങ്ങളെ ശരിക്കും റിസൾട്ടിലോട്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ വേകളും എന്തുണ്ടാവും? പ്രോപ്പർലി ഉണ്ടാവും. ഓക്കെ, അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് നമ്പറിൽ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 8075753676 എന്ന് പറയുന്ന നമ്പറിലോ 7012615062 എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അൺമാരീഡ് ഗേൾസ് ഇൻ മധ്യപ്രദേശ് പ്ലേസ് lamps in a decorated earthen pot called dash during Gangaur. മധ്യപ്രദേശിലെ അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസ് അവർ ശരിക്കും ഗൺഗൗർ ഫെസ്റ്റിവലിന്റെ സമയത്ത്, ഈ ഗൺഗൗർ ഫെസ്റ്റിവൽ മെയിൻലി സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഗൺഗൗർ ഫെസ്റ്റിവൽ മെയിൻലി രാജസ്ഥാനിലും സെലിബ്രേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം എവിടെയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്? മധ്യപ്രദേശിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗൺഗൗർ ഫെസ്റ്റിവലിന്റെ സമയത്ത് മധ്യപ്രദേശിലെ അൺമാരീഡ് ഗേൾസ് ഇവരെന്ത് ചെയ്യും? ഒരു ഡെക്കറേറ്റ് ആയിട്ടുള്ള എർത്തോൺ പോട്ടിനുള്ളിൽ ലാംസിനെ പ്ലേസ് ചെയ്യും. ഒരു ഡെക്കറേറ്റ് ആയിട്ടുള്ള എർത്തോൺ പോട്ടിനുള്ളിൽ ലാംസിനെ പ്ലേസ് ചെയ്യും. എന്താണ് ഇതിന് പറയുന്നത്? അൺമാരീഡ് ഗേൾസ് ഇൻ മധ്യപ്രദേശ് പ്ലേസ് ലാംസ് ഇൻ എ ഡെക്കറേറ്റഡ് എർത്തോൺ പോട്ട് കോൾഡ് ഗുഡ്ലിയ. എന്താണ് പറയാ? ഗുഡ്ലിയ എന്ന് പറയാം. അപ്പൊ ഗൺഗൗർ ഫെസ്റ്റിവലിന്റെ സമയത്ത് മധ്യപ്രദേശിലെ അൺമാരീഡ് ആയിട്ടുള്ള ഗേളുകള് ഡെക്കറേറ്റ് ആയിട്ടുള്ള എർത്തോൺ പോട്ടിനുള്ളിൽ ലാംസ് വെക്കുന്നു. ഇതാണ് ഇത് ഗുഡ്ലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചോളൂ. ഒരു പുതിയ ക്വസ്റ്റ്യൻ ആണ്, മുന്നേ ചോദിച്ച് കണ്ടിട്ടില്ല. 2025 നടന്ന CGL എക്സാമിനാണ് ആദ്യമായിട്ട് ചോദിച്ചു കാണുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ നമുക്കറിയാം ഈ മധ്യപ്രദേശിലെ ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് മത്കി എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതുപോലെ ജവാര എന്ന് പറയുന്ന ഡാൻസ് ഫോമും എവിടെയാണ്? മധ്യപ്രദേശിൽ കേട്ടോ.
മത്കി ഡാൻസ് എവിടെയാണ്? മധ്യപ്രദേശില്. ജവാര എന്ന് പറയുന്ന ഡാൻസ് എവിടെയാണെന്ന് ചോദിച്ചെങ്കിൽ അതിന് ആൻസർ എവിടെയാണ്? മധ്യപ്രദേശിൽ. അതുപോലെ തന്നെയാണ് അഹിറായി. ഏതാണ്? അഹിറായി. ഈ അഹിറായി എന്ന് പറയുന്ന ഡാൻസ് ഫോം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. അഹിറായി, AHIRAI. ഈ അഹിറായി എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണ്? അഹിറായി എന്ന് പറയുന്ന ഡാൻസ് ഫോമും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പോ മത്കി, ജവാര, അഹിറായി കേട്ടോ. മത്കി, ജവാര, അഹിറായി എവിടെയാണ്? മധ്യപ്രദേശിൽ. ഇനി ഈ മധ്യപ്രദേശിൽ തന്നെ നമ്മുടെ റാബി ക്രോപ്സിന്റെ ഒക്കെ ഹാർവെസ്റ്റിംഗ് ടൈം പീരീഡില് പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസ് ഉണ്ട്. അതാണ് ഗ്രിഡ ഡാൻസ് എന്ന് പറയുന്നത് കേട്ടോ. മധ്യപ്രദേശിലെ റാബി ക്രോപ്സിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം പീരീഡില് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഇത് ഗ്രിഡ ഡാൻസ്. അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് മത്കി എവിടെയാണ്? മധ്യപ്രദേശ്. ജവാര എവിടെയാണ്? മധ്യപ്രദേശ്. അഹിറായി, അഹിറായി ഒന്ന് കയ്യിലെ ഹൈലൈറ്റ് ചെയ്തോ. 2025 പുതിയതായിട്ട് ചോദിച്ചു കണ്ട ഡാൻസ് ഫോമുകൾ ഒന്നാണ്. ബാക്കി ഇത് മൂന്നും എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ അഹിറായി എവിടെയാണ്? മധ്യപ്രദേശില്. ദെൻ ഗ്രിഡ ഡാൻസ് എന്ന് പറയുമ്പോൾ റാബി ക്രോപ്സിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം പീരീഡില് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്? ഗ്രിഡ ഡാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ? ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് വൈ ഐ ആം എ ഹിന്ദു? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, വൈ ഐ ആം എ ഹിന്ദു ആരുടെ വർക്കാണ്? ഈ ബുക്ക് ആരുടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ശശി തരൂരിന്റെ ബുക്കാണ് വൈ ഐ ആം എ ഹിന്ദു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ശശി തരൂരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ബുക്കുകൾ അറിയാമോ? നമുക്ക് ഏതെങ്കിലുമൊക്കെ ബുക്കുകൾ അറിയാമോ? അതായത് പഠിക്കാം. ഇൻഗ്ലോറിയസ് എംപയർ വാട്ട് ദ ബ്രിട്ടീഷ് ഡിഡ് ഇന്ത്യ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബുക്ക് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ബുക്ക് അറിയാമോ? ഓക്കെ, ഇൻഗ്ലോറിയസ് എംപയർ നമുക്ക് പഠിക്കാം. ഇൻഗ്ലോറിയസ് എംപയർ what the British did of India. Inglorious Empire what the British did of India. Inglorious Empire what the British did of India. An array of darkness. An array of darkness. ഇത് ഒരുപാട് തവണ നമ്മുടെ എക്സാം ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ? An array of darkness. The British Empire in India. An array of darkness. The British Empire in India. അടുത്തത് ഇന്ത്യ ദ ഫ്യൂച്ചർ ഈസ് നൗ. ഇന്ത്യ ദ ഫ്യൂച്ചർ ഈസ് നൗ. അടുത്തത് ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. പിന്നെ നമുക്ക് അറിയാവുന്നത് കേരള ഗോഡ്സ് ഓൺ കൺട്രി, അത് ഞാൻ എഴുതുന്നില്ല. അടുത്തത് ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. കേട്ടോ, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. നമ്മുടെ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എഴുതുന്നില്ല. ഇത്രയും മെയിൻ ആയിട്ട് ഓർത്തോളുക. അതായത് വൈ ഐ ആം എ ഹിന്ദു ആരുടെ ബുക്കാണ്? ശശി തരൂർ. ഇൻഗ്ലോറിയസ് എംപയർ വാട്ട് ദ ബ്രിട്ടീഷ് ഡിഡ് ഓഫ് ഇന്ത്യ. An array of darkness, the British Empire in India. India, the future is now. Great Indian novel. അതുപോലെ തന്നെ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ ആരെയാണ്? ശശി തരൂർ. പഠിച്ചു പോവുക. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതായത് Inglorious Empire what the British did of India. An array of darkness, the British Empire in India. India, the future is now. Great Indian novel, the paradoxical prime minister. Okay, ഇതെല്ലാം ആരുടെയാണ്? ശശി തരൂർ. Okay. Then അടുത്തേന് പറയും നോക്കുക. Arrange the following classical dances in chronological order of the earliest historical reference from oldest to newest. ഏറ്റവും പഴയ ഡാൻസ് ഫോമിൽ നിന്ന് ഏറ്റവും പുതിയ ക്ലാസിക്കൽ ഡാൻസ് ഫോമിലോട്ട് ഇവ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് നമ്മുടെ ഭരതനാട്യം ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്, കഥക് ഉണ്ട്, മണിപ്പൂരി ഉണ്ട്. അപ്പൊ ഈ 4 ഡാൻസ് ഫോമുകളെ എന്ത് ചെയ്യുക? പഴയതിൽ നിന്ന് പുതിയതിലോട്ട്, അതായത് ഓൾഡസ്റ്റിൽ നിന്ന് ന്യൂവസ്റ്റിലോട്ട് എന്ത് ചെയ്യുക? പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോ ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഞാൻ ബോർഡിൽ എഴുതുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞു പോവുക. ഓക്കെ, പഠിപ്പിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്, മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമായതുകൊണ്ടാണ് ബോർഡിൽ എഴുതി നമ്മൾ സമയം കളയണ്ട. ഓക്കെ,
ഇങ്ങനെയാണ് പറഞ്ഞത്. സംഗീത നാടക അക്കാദമി പ്രകാരം നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 8 ആണ്. എന്നാൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 9 ആണ്. ഈ സംഗീത നാടക അക്കാദമി പ്രകാരം നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് 8 ആണെന്ന് പറയുമ്പോൾ, 8 എണ്ണമാണെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കഥകളി മോഹിനിയാട്ടം, തമിഴ്നാട്ടിൽ നിന്ന് ഭരതനാട്യം, ആന്ധ്രാപ്രദേശിൽ നിന്ന് കുച്ചിപ്പുടി, ഉത്തർപ്രദേശിൽ നിന്ന് കഥക്, ആസാമിൽ നിന്ന് സാത്രിയ, മണിപ്പൂരിൽ നിന്ന് മണിപ്പൂരി, ഒഡീഷയിൽ നിന്ന് ഒഡീസി. അറിയാവുന്ന കാര്യം. സംഗീത നാടക അക്കാദമി പ്രകാരമുള്ള 8 ക്ലാസിക്കൽ ഡാൻസ് ഏതൊക്കെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്നാൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം 9 ക്ലാസിക്കൽ ഡാൻസ് ആണുള്ളത്. ആ 9th ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചാവു ആണ്. ചാവു എന്ന് പറയുന്ന ഡാൻസ് മെയിൻലി എത്ര ടൈപ്സ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ 3 ടൈപ്സ് ആണ്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുളിയ ചാവു, സറായ്ക്കല ചാവു, മയൂർഭഞ്ച് ചാവു. ഓക്കെ, ഇതില സറായ്ക്കല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, പുരുളിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, മയൂർഭഞ്ച് ചാവു ആണെങ്കിൽ ഒഡീഷ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ 5ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. പ്രോപ്പർലി മുന്നത്തെ ക്ലാസ്സുകളിൽ ഇത് കൃത്യമായിട്ട് എഴുതി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതാത്തത്. അപ്പൊ ആരെങ്കിലും ക്ലാസ് കാണാനുണ്ടെങ്കിൽ ആ ക്ലാസ് മൂവി കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അപ്പൊ 9th ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് ചാവു ആണെന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും ഈ ക്ലാസിക്കൽ ഡാൻസിൽ ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ്, അപ്പൊ അതിനെ പ്രോപ്പർലി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ. എടാ ഏറ്റവും ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഏതാണ് കേട്ടോ. ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ക്ലാസിക്കൽ ഡാൻസിനെ ചുമ്മാ ചുരുക്കി എഴുതാണേ. അപ്പൊ ഏറ്റവും ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യമാണ്. മദർ ഓഫ് ഓൾ ക്ലാസിക്കൽ ഡാൻസ്, എല്ലാ ക്ലാസിക്കൽ ഡാൻസിന്റെയും മദർ എന്നറിയപ്പെടുന്നു. മദർ ഓഫ് ഓൾ ക്ലാസിക്കൽ ഡാൻസ്. ഇത് രണ്ടും ആൻസർ എന്ത് തന്നെയാ? ഭരതനാട്യം തന്നെയാ. ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസും മദർ ഓഫ് ഓൾ ക്ലാസിക്കൽ ഡാൻസും ഇത് രണ്ടും ഏത് ഡാൻസ് ഫോമിനെ അറിയപ്പെടുന്നത്? ഭരതനാട്യത്തെയാണ്. ഓക്കെ, പറഞ്ഞത് ഇങ്ങനെ ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ്, അതുപോലെ മദർ ഓഫ് ഓൾ ക്ലാസിക്കൽ ഡാൻസ്, എല്ലാ ക്ലാസിക്കൽ ഡാൻസിന്റെ മദർ എന്നും അതുപോലെ തന്നെ ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസും ഏതാണ്? ഭരതനാട്യമാണ്. ഓക്കെ, ദെൻ പിന്നീട് ഓർക്കേണ്ടത്, അതായത് ഇപ്പൊ ഫസ്റ്റ് ഓൾഡസ്റ്റ്, ഏറ്റവും ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് ഭരതനാട്യം. നമുക്ക് ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് ആണ് വേണ്ടത്. പക്ഷെ ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ 4 ഓപ്ഷനിൽ ഒന്ന് തന്നെയാണ്, ഭരതനാട്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത അറിയണം പിന്നീട് വരുന്നത് ഏതാണ്? കഥക്കാണ്. 1 3 വരുന്നത് 2 എണ്ണം നിൽക്കുന്നു അല്ലെ. പിന്നീട് വരുന്നത് മണിപ്പൂരിയാണ് കേട്ടോ. പിന്നീട് വരുന്ന ഏതാ? മണിപ്പൂരി. അതിനുശേഷം മോഹിനിയാട്ടം. അപ്പൊ കറക്റ്റ് വരുന്നത് 1 3 4 2 ഇങ്ങനെയാണ്. അതായത് ഭരതനാട്യം, കഥക്ക്, മണിപ്പൂരി, പിന്നീട് എന്തിനെ ഓർക്കുക? മോഹിനിയാട്ടം. ഓക്കെ, ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ്. പറഞ്ഞത് ഇങ്ങനെ ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് ഭരതനാട്യം, മദർ ഓഫ് ഓൾ ക്ലാസിക്കൽ ഡാൻസ് എന്നറിയപ്പെടുന്നതും ഭരതനാട്യം. ഈ ഭരതനാട്യം തന്നെയാണ് സാതിറാട്ടം എന്നറിയപ്പെടുന്നത് കേട്ടോ. സാതിറാട്ടം എന്നറിയപ്പെടുന്ന ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഭരതനാട്യം എന്ന് പറയുന്നത്. ഇനി ഒരു തവണ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു, ഈ ബ്രിട്ടീഷുകാര് ഈ ഭരതനാട്യം ഡാൻസ് ഫോമിനെ ബാൻ ചെയ്യുന്ന വർഷം. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ വർഷം നടന്ന സ്റ്റെനോഗ്രാഫറിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അവിടെ എപ്പോഴും ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ പുതിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ പുതിയ ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാമുകൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ശരിക്കും ഒരു വർഷം നടക്കുന്ന എല്ലാ എക്സാമിന്റെയും GK-യുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വർഷത്തിന്റെ എക്സാമിന് മുന്നേ റെഫർ ചെയ്യണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വരുന്ന എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യനിലുള്ള ഫാക്ടുകൾ ആൻസർ ആയിട്ട് വരത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും? ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ പറഞ്ഞത് ഇങ്ങനെ, അതായത് ഈ ബ്രിട്ടീഷുകാര് ശരിക്കും അറിയാലോ, ബ്രിട്ടീഷ് കുറെ നാൾ നമ്മുടെ ഇന്ത്യ ഭരിച്ചു നമുക്കറിയാം. ഈ ബ്രിട്ടീഷുകാര് ശരിക്കും എന്നാണ് പ്രോപ്പർലി ഈ ഭരതനാട്യം ഡാൻസ് ഫോം ബാൻ ചെയ്യുന്നത്? 1910 കേട്ടോ. 1910 ആലോചിച്ചോ, തൊട്ടടുത്ത വർഷം 1911 കൽക്കട്ടയിൽ നിന്ന് എങ്ങോട്ടേ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നത്? ന്യൂഡൽഹിയിലോട്ട് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നത്. ഈ 1911 തന്നെയല്ലേ INC സെക്ഷനില് ജനഗണമന ആലപിക്കുന്നത്? INC കൽക്കട്ടയിൽ വെച്ച് നടന്ന സെക്ഷനില് ജനഗണമന ആലപിക്കുന്നതും 1911 ആ 1911 കൽക്കട്ടയിൽ നിന്ന് എങ്ങോട്ടേ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്? ന്യൂഡൽഹിയിലോട്ട് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. 1910 ഭരതനാട്യം ഡാൻസ് ഫോം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? ബാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം അറിയുക. ദെൻ കഥക് ഡാൻസ് എന്ന് പറയുന്നത്, കഥക് ഡാൻസിന്റെ ലിറ്റററി മീനിങ്,
കഥ പറയുക എന്നാണ്, സ്റ്റോറി ടെല്ലിംഗ് എന്നാണ്. ദെൻ ഇവിടുന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ മദർ ഓഫ് ഓൾ ക്ലാസിക്കൽ ഡാൻസ് എന്ന് ഭരതനാട്യ ഡാൻസ് ഫോമിനെ അറിയപ്പെടുന്നു. നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരില്ലേ, മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് ഇല്ലേ? ക്വസ്റ്റ്യൻ വരും, മദർ ഓഫ് മോഡേൺ ഭരതനാട്യം ആരായിരുന്നു? മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രുക്മിണി ദേവി അരുന്തലയാണ് കേട്ടോ. മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചെങ്കിൽ അതിന് ആൻസർ ആരെയാണ്? രുക്മിണി ദേവി അരുന്തലയാണ്. ഓക്കെ, അപ്പൊ ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ്, മദർ ഓഫ് ഓൾ ക്ലാസിക്കൽ ഡാൻസ് ഏതാണ്? ഭരതനാട്യം. മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? രുക്മിണി ദേവി അരുന്തലി. ബ്രിട്ടീഷുകാര് ഇത് ബാൻ ചെയ്യുന്നത് 1910-ലാണ്. 1911 കേൾക്കുമ്പോഴേ ഓർത്തോളുക, കൽക്കട്ടയിൽ നിന്ന് ന്യൂഡൽഹിയിലോട്ട് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തു. INC-യിൽ ജനഗണമന ആലപിച്ചതും എന്നാണ്? 1911-ലാണ്. ഓക്കെ അല്ലേ? ദെൻ മണിപ്പൂരി ഡാൻസ്, മണിപ്പൂര് അല്ലെ? മണിപ്പൂരി ഡാൻസ് എന്ന് പറയുമ്പോൾ മണിപ്പൂരി ഡാൻസിന്റെ 2 ഡിവിഷൻസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? നമ്മുടെ ജഗോയിയും അതുപോലെ തന്നെ ചോളം എന്ന് പറയുന്നത്. ഓക്കെ, മണിപ്പൂരി ഡാൻസിന്റെ 2 ഡിവിഷൻസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ജഗോയി അതുപോലെ തന്നെ ചോളം എന്ന് പറയുന്നത് മണിപ്പൂരി ഡാൻസിന്റെ 2 ഡിവിഷൻസ് ആണ്. ഓക്കെ, മണിപ്പൂരി ഡാൻസിന്റെ 2 ഡിവിഷൻസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ജഗോയി അതുപോലെ തന്നെ ചോളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ, ഇതിൽ ഓർത്തോളുക. അപ്പം കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 1, 3, 4, 2. ഭരതനാട്യം, കഥക്, മണിപ്പൂരി, മോഹിനിയാട്ടം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ CGL എക്സാമിന് വേണ്ടിയുള്ള കോഴ്സാണ്. അത് മാത്രമേ അവൈലബിൾ ആണോ? അല്ല, നമ്മുടെ SSCയുടെ എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സസും CGL മെയിൻലി CGL CHSL MDS CPO SSC GD ഇതുപോലെയുള്ള എക്സാമുകൾക്ക് വേണ്ടിയുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാവും, ഒരു മെന്റർ ഫുൾ ടൈം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. കൃത്യമായ ഗൈഡൻസോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. കൃത്യമായിട്ട് പഠിച്ച റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ നമ്പർ ആയിട്ടുള്ള നമ്മുടെ 8075753676 എന്ന് പറയുന്ന നമ്പറിലോ അതുപോലെ തന്നെ 7012615062 എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാ? The Chota Nagpur Plateau is considered the eastern extension of Central Highland. And reason പറയുന്നു, the Chota Nagpur Plateau is drained mainly by the Chambal and Betwa river. ആദ്യ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എങ്ങനെയാ? The Chota Nagpur Plateau is considered the eastern extension of the Central Highland. Chota Nagpur Plateau is considered as the eastern extension of the Central Highland. Correct ആണ് കേട്ടോ, കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. The Chota Nagpur Plateau is drained mainly by the Chambal and Betwa river. അല്ല, തെറ്റാണ്. ഓക്കെ, അപ്പൊ Chota Nagpur Plateau is mainly driven by ഏതൊക്കെ റിവർ ആ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതൊക്കെ റിവർ ആണ്? മെയിൻലി ഉള്ളത് നമ്മുടെ Chota Nagpur Plateau mainly drained by ഏതൊക്കെ റിവർ ആണ്? നമ്മുടെ ദാമോദർ റിവർ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? നമ്മുടെ ദാമോദർ റിവർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സുബർണരേഖ റിവർ ഒക്കെയാണ് കേട്ടോ. ദാമോദർ റിവർ അതുപോലെ തന്നെ നമ്മുടെ സുബർണ രേഖ റിവർ ഒക്കെയാണ്. ഓക്കെ, ദാമോദർ റിവർ അതുപോലെ തന്നെ നമ്മുടെ സുബർണരേഖ റിവർ. ഓക്കെ, ഇവിടെ വായിക്കാൻ പറ്റുന്നുണ്ടോ? ദാമോദർ റിവർ അതുപോലെ തന്നെ സുബർണരേഖ റിവർ ആണ്. ഓക്കെ, അപ്പൊ ഇതില് A is true, R is false കേട്ടോ. ഏത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, R എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞപ്പോ SSCക്ക് മാത്രമേ കോഴ്സുകൾ അവൈലബിൾ ഉള്ളൂ, അല്ല, റെയിൽവേയുടെ കോഴ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. റെയിൽവേയുടെ വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതായത് നമ്മുടെ റെയിൽവേ ALP ടെക്നീഷ്യൻ, NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രൂപ്പ് D, അങ്ങനെ ഏത് എക്സാം ആണോ നിങ്ങൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള റെയിൽവേയുടെ കോഴ്സസും അവൈലബിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അതായത് കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ പാറ്റേണിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള മെത്തേഡിനെ മനസ്സിലാക്കി മാറി വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെ പഠിക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എന്താവും? യൂസ്ഫുൾ ആവുകയും ചെയ്യും. ഓക്കെ,
അടുത്ത എങ്ങനെയാണ് കേട്ടോ. Read the following statement carefully and choose the correct option. Iron and steel is considered a heavy industry. It requires light raw materials such as cotton and rubber. ഇതെല്ലാം നമ്മുടെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ഭയങ്കര നല്ലതായിരിക്കും അല്ലേ? പെട്ടെന്ന് നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് iron and steel is considered a heavy industry. Correct ആണ്. ഇത് തെറ്റല്ലേ? It requires light raw materials such as cotton, rubber. Cotton, rubber ആണോ വേണ്ടത്? അവിടെ അയണിന്റെ ഓറുകൾ, ലൈം സ്റ്റോൺ ഇതൊക്കെയല്ലേ വേണ്ടത്? ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. A is true but R is false. Okay. What percentage of India's land area is the total area of the world? നമ്മുടെ വേൾഡിന്റെ ടോട്ടൽ what percentage of India's area is the total area of the world? വേൾഡിന്റെ എത്ര ഏരിയ ആണ് നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്? 2.4% ആണ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചോളുക. വേൾഡിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? അത് 2.4% ആണെന്ന് ഓർക്കുക. ഇവിടെ വേറെ എന്ത് ചെയ്യുന്നില്ല, കണക്റ്റഡ് ഫാക്ട് ഒന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Under which article of Indian Constitution Hindi in the Devanagari script declared the official language of the Union? അപ്പൊ ഹിന്ദി ഏത് സ്ക്രിപ്റ്റാ? ദേവനാഗരി സ്ക്രിപ്റ്റ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 343 ആണ്. ഓക്കെ, ഉറപ്പായിട്ടും പഠിച്ചു വെച്ച ക്വസ്റ്റ്യൻ വരും. ഏതെങ്കിലും ഒക്കെ ഷിഫ്റ്റില് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവും. ഏതാണ്? ആർട്ടിക്കിൾ 343. അതായത് എന്താ പറയുന്നേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ് ഡിക്ലെയർഡ് as the official language of the union. Okay. Okay. ഇവിടെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. The life size standing statue of ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. 1 സെക്കൻഡ്. അല്ല, നമുക്കിനി ഓക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്. The life size standing statue of a യക്ഷിനി holding a chauri. ലൈഫ് സൈസ് സ്റ്റാച്ചു ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ പോലെ തന്നെ അത്രയും ഹൈറ്റ് ഉള്ള സ്റ്റാച്ചു. അപ്പൊ ലൈഫ് സൈസ് എങ്ങനെയാ? സ്റ്റാൻഡിങ് സ്റ്റാച്ചു, നിൽക്കുന്ന തന്നെ സ്റ്റാച്ചു ആണ്. യക്ഷിനി holding a chauri is an example of the sculptural tradition of which period? ഏത് പീരീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാച്ചു ആണിത്? യക്ഷിനി വിത്ത് ചൗരി. ഏത് പീരീഡ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ മൗര്യൻ പീരീഡ് ആണ് കേട്ടോ. ഏത് പീരീഡ് ആണ്? മൗര്യൻ പീരീഡ്. നമുക്കറിയാം മൗര്യൻ പീരീഡ് അല്ലെങ്കിൽ മൗര്യ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ആരെന്ന് പറയുന്നത്? ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത് കേട്ടോ. മൗര്യ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യ. ഓക്കെ, മൗര്യ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചന്ദ്രഗുപ്ത മൗര്യയാണ്. ഇത്തരത്തിൽ ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു. അത് 321 BC-യിലാണ്. ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത് എന്നാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. 321 BC-യിലാണ്. 326 BC-യിലാണ് ഏത് യുദ്ധം എന്ന് പറയുന്നത്? ബാറ്റിൽ ഓഫ് ഹൈഡാസ് പാസ് കേട്ടോ. എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ഹൈഡാസ് പാസ് എന്ന് പറയുന്നത് 326 BC-യിലാണ്. 321 BC-യിൽ ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 326 BC-യിലാണ് ബാറ്റിൽ ഓഫ് ഹൈഡാസ് പാസ്. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്റിൽ ഓഫ് ഹൈഡാസ് പാസ് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലക്സാണ്ടറും പോറസും തമ്മിൽ നടന്ന യുദ്ധമാണ്. അലക്സാണ്ടറും പോറസ് തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹൈഡാസ് പാസ്. കൃത്യമായിട്ട് എന്ത് ചെയ്തോളുക? പേരും വർഷവും പഠിച്ചോളുക. ഇത് ഏത് റിവറിന് ബിസൈഡിലാണ് നടന്നത്? നമ്മുടെ ജലം റിവറിന് ബിസൈഡ് കേട്ടോ. ഏത് റിവറിന് ബിസൈഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചലം റിവറിന് ബിസൈഡ്. ഓക്കെ, ഏത് റിവറിന് ബിസൈഡില്? ചലം റിവറിന് ബിസൈഡില്. അതായത് 321 BC-യില് ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 326 326 എന്ന് പറയുമ്പോ
ചിന്തിച്ചോണം, നമ്മൾ BC പറയുമ്പോൾ എപ്പോഴും ബാക്കിലോട്ടാണ് വരുന്നത്. നോർമലി AC നമ്മൾ പറയുമ്പോൾ ഇൻക്രിമെന്റ് ഓർഡറിലും BC പറയുമ്പോൾ ബാക്കിലോട്ടല്ലേ വരുന്നത്. അതായത് 321 BC ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ, ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി അതിന് കൂടുതൽ പറഞ്ഞാ 326 എന്ന് പറയുമ്പോൾ അതിന് മുന്നേ നടന്ന സംഭവം. 326 BC എന്ന് പറയുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് മുന്നേ നടന്ന സംഭവമാണ് ഹൈഡാസ്പാസ് വാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ഹൈഡാസ്പാസ് എന്ന് പറയുന്നത്. അത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ആൻസർ അലക്സാണ്ടറും പോറസും തമ്മിലാണ്. ഓക്കെ, അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു പറഞ്ഞു. ഇന്റലിജൻസ് സിസ്റ്റം ശരിക്കും ഡെവലപ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇന്റലിജൻസ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റൂളർ ആരാണെന്ന് വെച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യ. എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഓക്കെ, ഇന്റലിജൻസ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റൂളർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യ. കേട്ടോ, ഇന്റലിജൻസ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റൂളർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യാണ്. ഇന്റലിജൻസ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റൂളർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചന്ദ്രഗുപ്ത മൗര്യാണ്. ഇന്റലിജൻസ് സിസ്റ്റം ചന്ദ്രഗുപ്ത മൗര്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ? പറഞ്ഞു. ഓക്കെ, ഇനി അറിയേണ്ടത് ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം പിന്നീട് ബിന്ദുസാര വരുന്നുണ്ട്, അതിനുശേഷം അശോക വരുന്നുണ്ട്. ഈ അശോകന്റെ സ്ക്രിപ്റ്റുകളിൽ കൂടുതലും യൂസ് ചെയ്തിരുന്നത് ഏതായിരുന്നു? ഏത് സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് ചോദിക്കും. ആദ്യം പ്രൈമറിലി യൂസ് ചെയ്ത സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആയിരുന്നു. കേട്ടോ, അശോകൻ പ്രൈമറിലി യൂസ് ചെയ്ത സ്ക്രിപ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്നാൽ കൂടുതലും യൂസ് ചെയ്ത സ്ക്രിപ്റ്റ് പ്രാകൃതായിരുന്നു. ഏതായിരുന്നു? പ്രാകൃത്. ഓക്കെ, ഈ അശോകന്റെ പില്ലറുകൾ മേഡ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റോണിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അശോകന്റെ പില്ലറുകൾ കാർവ് ചെയ്തിരുന്നത് ഏത് സ്റ്റോണിൽ നിന്നാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് സാൻഡ് സ്റ്റോൺ ആണ്. ഇതാണ് സാൻഡ് സ്റ്റോൺ. ഓക്കെ, ഇത്രയും ലേറ്റസ്റ്റ് ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, 321 BC ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇന്റലിജൻസ് സിസ്റ്റത്തിൽ ക്രെഡിറ്റഡ് ആയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത്. ദെൻ അശോകൻ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ അശോകൻ അദ്ദേഹത്തിന്റെ പില്ലറുകൾ മേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പില്ലറുകൾ കാർവ് ചെയ്ത് എടുത്തിട്ടുള്ളത് സാൻഡ് സ്റ്റോണിൽ നിന്നായിരുന്നു. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രൈമറിലി യൂസ് ചെയ്ത സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ബ്രാഹ്മി സ്ക്രിപ്റ്റും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത പ്രാകൃതമായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. The short temple at Mahabalipuram is an example of Dravidian architecture built from the carved granite block. Okay, അപ്പോൾ ഷോർട്ട് ടെമ്പിൾ എവിടെയാണെന്ന് പറയുന്നു? ഷോർട്ട് ടെമ്പിൾ എവിടെയാ? മഹാബലിപുരം ആണെന്ന് പറയുന്നു അല്ലെ? ഇതിന് ഏത് ആർക്കിടെക്ചറൽ സ്റ്റൈലാ? ദ്രവീഡിയൻ ആർക്കിടെക്ചറൽ സ്റ്റൈലാ. ബിൽറ്റ് ഫ്രം ഗ്രാനൈറ്റ് ബ്ലോക്കിൽ നിന്നാണ് ബിൽറ്റ് ചെയ്യുന്നത് പറയുന്നു. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. This temple represents continuity of architecture from the rock cave temples of Pallava period to the construction of the entirely structural stone. Okay, രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. Both the statement are true and statement 2 is the correct explanation of statement 1. Okay, രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ പറഞ്ഞു പല്ലവ ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? നരസിംഹവർമ്മൻ എന്ന് പറയുന്നത്. പല്ലവ ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള നരസിംഹവർമ്മൻ ഫസ്റ്റ് ആണ് നമ്മുടെ മഹാബലിപുരം സിറ്റി ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, മഹാബലിപുരം സിറ്റി, തമിഴ്നാട്ടിലെ മഹാബലിപുരം സിറ്റി ബിൽഡ് ചെയ്യുന്നത് പല്ലവ ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള നരസിംഹവർമ്മൻ ഫസ്റ്റ് ആണ്. എന്നാൽ നരസിംഹവർമ്മൻ സെക്കൻഡ് ആണ് നമ്മുടെ തമിഴ്നാട്ടിലെ കാഞ്ചിയിലുള്ള കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ കാഞ്ചി കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന ആരാണ്? തമിഴ്നാട്ടിലെ കാഞ്ചി കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ആൻസർ നരസിംഹവർമ്മൻ സെക്കൻഡ്. രണ്ടുപേരും ഏത് ഡൈനാസ്റ്റിയിലെ റൂളറാ? പല്ലവ ഡൈനാസ്റ്റി റൂളറാ. അപ്പോ പല്ലവ ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള നരസിംഹവർമ്മൻ ഫസ്റ്റ് ആണ് മഹാബലിപുരം സിറ്റി ബിൽഡ് ചെയ്യുന്നത്. ഈ തമിഴ്നാട്ടിലെ തന്നെ
പല്ലവ ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്ന നരസിംഹവർമ്മൻ സെക്കൻഡ് ആണ് കാഞ്ചി കൈലാസ ടെമ്പിൾ എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ പല്ലവ ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിനെ അറിയപ്പെടുന്ന പേര്, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനെ അറിയപ്പെടുന്ന പേര് ഉർ എന്നായിരുന്നു. ഇതൊരു തവണ എക്സാമിന് ചോദിച്ചു കേട്ടോ. പല്ലവ ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡിൽ ഇവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്, ഉർ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തോളുക, പ്രോപ്പർലി പഠിച്ചു വെച്ചോളുക. ഓക്കെ, നേരത്തെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യങ്ങൾ കുറെ പറഞ്ഞു. സിജിഎല്ലിന്റെ കാര്യം, നമ്മുടെ SSC ബാക്കിയുള്ള എക്സാംസിന് എല്ലാം കോഴ്സുകൾ അവൈലബിൾ ആണ്, അതുപോലെ റെയിൽവേയുടെ കോഴ്സുകൾ എല്ലാം അവൈലബിൾ ആണെന്ന് പറഞ്ഞു തന്നു അല്ലേ. എന്നാൽ ഓൺലൈൻ കോഴ്സസ് മാത്രമാണോ, അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ സെന്റേഴ്സിൽ വന്ന് പഠിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ വെച്ചാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അതായത് കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, തൃശ്ശൂർ 5 സ്ഥലങ്ങളിൽ ദിശ അക്കാദമിയുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫുൾ ടൈം പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, ഓഫ്ലൈൻ സെന്റേഴ്സിൽ വന്ന് പഠിക്കാവുന്നതാണ്. ഇവിടെയും താണ്ടേ നിങ്ങൾക്ക് ഇപ്പൊ ഏത് ബ്രാഞ്ച് ആണോ അടുത്തുള്ളത്, അല്ലെങ്കിൽ എവിടെ പോയി പഠിക്കാനാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത്, ആ ബ്രാഞ്ചിലെ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുടർച്ചയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷനിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.